നമസ്കാരം. നൃത്തം, സംഗീതം, പാചകം, ഫാഷൻ, അഭിനയം എന്നിങ്ങനെ വിവിധ മേഖലകളിലായി ബന്ധപ്പെട്ട നിരവധി റിയാലിറ്റി ഷോകൾ കേരളത്തിലെ വിവിധ ചാനലുകളിലായി ഇന്ന് നടക്കാറുണ്ട്. ഇന്ന് ലൈം ലൈറ്റിൽ പ്രശസ്തരായി നിൽക്കുന്ന പലരും റിയാലിറ്റി ഷോയിലൂടെ ഫെയിം നേടിയെടുത്ത് സിനിമയിലും ഫാഷൻ ലോകത്തും തിളങ്ങുന്നവരാണ്. അത്തരത്തിൽ റിയാലിറ്റി ഷോകളിലൂടെ ശ്രദ്ധേയയായ നടിയായി മാറിയ താരമാണ് സാനിയ അയ്യപ്പൻ. ഡിഫോർ ഡാൻസ് അടക്കമുള്ള ഡാൻസ് റിയാലിറ്റി ഷോകളുടെ ഭാഗമായിരുന്നു സാനിയ. ചിലതിൽ വിജയിയായിട്ടുമുണ്ട്. റിയാലിറ്റി ഷോകളുടെ ഭാഗമായാൽ ജീവിതം സുഖമാണെന്നാണ് അതിന് പിന്നിലെ യഥാർത്ഥ കഥ അറിയാത്തവർ ഇപ്പോഴും കരുതിയിരിക്കുന്നത്. നല്ലൊരു സംഖ്യ ചിലവഴിക്കാനും കഷ്ടപ്പെടാനും മനസ്സുണ്ടെങ്കിൽ മാത്രമേ റിയാലിറ്റി ഷോ അവസരങ്ങൾ കൃത്യമായി ഉപയോഗിക്കാൻ കഴിയൂ. ഷോകളിൽ വിന്നറായിട്ടുണ്ടെങ്കിലും അതിനു മുൻപ് ലക്ഷങ്ങൾ ഡാൻസിനും കൊറിയോഗ്രാഫിക്കുമെല്ലാമായി മുടക്കിയിട്ടുണ്ടെന്ന് പറയുകയാണിപ്പോൾ നടി സാനിയ അയ്യപ്പൻ. തന്റെ ഒരാളുടെ നിർബന്ധം കൊണ്ട് മാത്രമാണ് മാതാപിതാക്കളെ റിയാലിറ്റി ഷോകളിൽ പങ്കെടുക്കാൻ തന്നെ അനുവദിച്ചതെന്നും സാനിയ പറയുന്നു. ഡിഫോർ ഡാൻസിന്റെ വിവിധ സീസണുകളിൽ ഭാഗമായിരുന്നു സാനിയ അയ്യപ്പൻ. എൻ്റെ ഉള്ളിലുള്ള കഴിവിൽ ഏറ്റവും കൂടുതൽ വിശ്വാസം വെച്ചിരുന്നത് അമ്മയാണ്. ഞാൻ വിചാരിച്ചതുപോലുള്ള സിനിമ ഒന്നും എനിക്ക് ലഭിക്കാതിരുന്നപ്പോൾ കരിയറിനെ കുറിച്ച് നിരന്തരം അമ്മയോട് ഞാൻ പറയുമായിരുന്നു. സിനിമ വിടാൻ പോവുകയാണെന്നും പറയുമായിരുന്നു. ഒരിടയ്ക്ക് എല്ലാം വിട്ട് ഡാൻസ് പഠിക്കാമെന്നും ഫാഷൻ ഡിസൈനിങ് പഠിക്കാമെന്നുമെല്ലാമുള്ള തോന്നൽ എനിക്ക് വന്നിരുന്നു. കാരണം അത്രത്തോളം സ്ട്രെസ് ഞാൻ ആ സമയത്ത് അനുഭവിച്ചിരുന്നു. എവിടെ പോയാലും ആളുകൾ ചോദിച്ചിരുന്നത് സിനിമ ഒന്നും ഇല്ലേ എന്നാണ്. ഒരു ഫംഗ്ഷന് പോയാൽ ഞാൻ അതിൽ പങ്കെടുക്കാൻ എത്തിയോ എന്നതല്ല അവർ വിഷയമാക്കുന്നത്. സിനിമ ഒന്നും ഇപ്പോൾ ഇല്ലേ എന്നതാണ്. സിനിമയിൽ അവസരം കുറഞ്ഞതുകൊണ്ട് ഫംഗ്ഷന് വന്നു എന്ന രീതിയിലാണ് ആളുകൾ പലരും കണ്ടിരുന്നതെന്നും സംസാരിച്ചിരുന്നത്. അതൊക്കെ ഡിപ്രഷനിലേക്കായിരുന്നു. പലരും ചോദിച്ചിട്ടുണ്ട്, സിനിമയ്ക്കിടയിലൂടെ മറ്റ് പ്രൊഫഷൻ എന്തെങ്കിലും നോക്കിക്കൂടെ എന്ന്. ഇതിനെ മാത്രം ആശ്രയിച്ച് നിൽക്കരുതെന്നും പറയുമായിരുന്നു. പക്ഷേ അമ്മ എപ്പോഴും പറഞ്ഞിരുന്നത് എല്ലാം ശരിയാകും എന്നാണ്. അന്നും എനിക്ക് സെൽഫ് ഡൗട്ട് ഉണ്ടായിരുന്നു. ഇതൊക്കെയാണ് സാനിയ ഇപ്പോൾ പങ്കുവെക്കുന്നത്. കൂടാതെ ഏകദേശം 18-20 ലക്ഷത്തോളം രൂപ അച്ഛന് റിയാലിറ്റി ഷോയ്ക്ക് വേണ്ടി ചിലവഴിച്ചിട്ടുണ്ടെന്നും സാനിയ അയ്യപ്പൻ പറയുന്നു. അമ്മയുടെ സ്വർണ്ണമടക്കം ഉപയോഗിച്ചു 35,000 രൂപ വരെയാണ് കൊറിയോഗ്രാഫിക്ക് കൊടുത്തിരുന്നത്. കൂടാതെ ഡാൻസേഴ്സ്, പ്രോപ്പർട്ടി, കോസ്റ്റ്യൂം എന്നിവയ്ക്കും നല്ലൊരു തുക ചിലവാകും. എൻ്റെ വാശിയിലാണ് വീട്ടുകാർ എല്ലാം എനിക്ക് വേണ്ടി ചെയ്തു തന്നതെന്നും സാനിയ അയ്യപ്പൻ പറയുന്നു.